Hello everyone. So ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് SGOU ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ BA ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ എന്നുള്ള കോഴ്സിന്റെ 4th സെമസ്റ്ററിലുള്ള ആൻസിലറി കോഴ്സ് ആയിട്ടുള്ള ന്യൂസ് റിപ്പോർട്ടിംഗ് ആൻഡ് എഡിറ്റിംഗ് എന്നുള്ള സബ്ജക്റ്റിന്റെ ബ്ലോക്ക് 5 ആയിട്ടുള്ള ന്യൂസ് എഡിറ്റിംഗ് എന്നുള്ള ബ്ലോക്കിന്റെ യൂണിറ്റ് 2 ആയിട്ടുള്ള വർക്ക് ഫ്ലോ ഓഫ് ആൻ എഡിറ്റോറിയൽ സെക്ഷൻ ഇൻ എ ന്യൂസ് പേപ്പർ എന്നുള്ള യൂണിറ്റ് ആണ്. ഇതിന് മുന്നേയുള്ള എല്ലാ യൂണിറ്റിന്റെയും വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ കണ്ടു നോക്കുക. ഈ ഒരു യൂണിറ്റിൽ പറയുന്നത് എന്താണ് ഒരു ന്യൂസ് റൂം, എങ്ങനെയാണ് എഡിറ്റോറിയൽ ഡിപ്പാർട്ട്മെന്റ് വരുന്നത്, അതിൽ ആരൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കുക, അവരുടെയൊക്കെ പേരുകൾ എന്താണ്, അവരെന്തൊക്കെ ഡ്യൂട്ടീസ് ആണ് അവർ ചെയ്യുന്നത്, എന്തൊക്കെയാണ് അവരുടെ റെസ്പോൺസിബിലിറ്റീസ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ നോക്കുന്നത്. സോ ആദ്യം തന്നെ എന്താണ് ഒരു ന്യൂസ് റൂം എന്നുള്ളതാണ് പറയുന്നത്. റിയൽ ന്യൂസ് ഓപ്പറേഷൻ ഉണ്ടാവുന്നത് ഒരു ന്യൂസ് റൂമിലാണ്, ആ ഒരു പ്ലേസിലാണ്. സെലക്ഷൻ, പ്രോസസ്സിങ്, എഡിറ്റിംഗ് അങ്ങനെയുള്ള എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്രൂഷ്യൽ ആയിട്ടുള്ള വർക്കുകളും ന്യൂസ് റൂമിലായിരിക്കും നടക്കുന്നുണ്ടായിരിക്കുക. ഈ എഡിറ്റോറിയൽ റിപ്പോർട്ടിംഗ് ഡിപ്പാർട്ട്മെൻ്റ് ഒക്കെ ഈ ന്യൂസ് റൂമിൻ്റെ തന്നെ പാർട്ടായിട്ട് വരുന്നതാണ്. ഇവിടെ ഷിഫ്റ്റ് ആയിട്ടായിരിക്കും അവർ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കുക. മോർണിംഗ് ഷിഫ്റ്റ്, നൂൺ ഷിഫ്റ്റ്, നൈറ്റ് ഷിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഷിഫ്റ്റുകളായിട്ട് ഒരുപാടധികം ആൾക്കാർ വർക്ക് ചെയ്യുന്ന ഒരു പ്ലേസ് ആണ് ന്യൂസ് റൂംസ് എന്ന് പറയുന്നത്. ഗ്യാതറിംഗ് ഓഫ് ന്യൂസ്, അനാലിസിസ്, ഡിസ്കഷൻസ്, എഡിറ്റിംഗ്, അതിൻ്റെ ഹൈറാർക്കി, അതിൻ്റെ പ്രിൻറ്റിങ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ന്യൂസ് റൂംസിലായിരിക്കും ഉണ്ടായിരിക്കുക. ദെൻ ഇൻ്റലിജൻ്റ്ലി ഓർഗനൈസ് ചെയ്തിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെൻ്റ് ആണ് നമ്മളുടെ എഡിറ്റോറിയൽ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. ആ ഒരു ന്യൂസ് പേപ്പറിനെ ഡിസൈൻ ചെയ്യുന്നത് തന്നെ ആ ഒരു എഡിറ്റോറിയൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡ്യൂട്ടിയാണ്. അതിൻ്റെ ലേ ഔട്ട്, പേജ് ഡിസൈനിങ്, ഇല്ലസ്ട്രേഷൻസ്, ഫോട്ടോ എവിടെയെങ്കിലും വെക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോ എഡിറ്റിംഗ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെയാണ് നടക്കുക. സോ ഈ ന്യൂസ് റൂം എന്ന് പറയുന്നത് ന്യൂസ് പേപ്പർ ഓർഗനൈസേഷൻ്റെ ഓഫീസാണ്, അല്ലെങ്കിൽ ടെലിവിഷൻ, റേഡിയോ സ്റ്റേഷൻ എന്താണെന്നുണ്ടെങ്കിലും അതിൻ്റെയൊക്കെ എഡിറ്റിങ്ങും പബ്ലിഷിങ്ങും ഒക്കെ വരുന്ന, അല്ലെങ്കിൽ ബ്രോഡ്കാസ്റ്റിംഗ് ഒക്കെ വരുന്ന ഒരു ഓഫീസിനെയാണ് നമ്മൾ എന്ത് പറയുക, ന്യൂസ് റൂം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇവിടെ വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻ്റ് ആണ് എഡിറ്റോറിയൽ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. നെർവ് സെൻറ്റർ ഓഫ് ദ ന്യൂസ് പേപ്പർ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ് എഡിറ്റോറിയൽ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. ബാക്കിയുള്ള എല്ലാ ഒഫീഷ്യൽസിനെയും കോർഡിനേറ്റ് ചെയ്യുന്നത് എഡിറ്റോറിയൽ ഡിപ്പാർട്ട്മെൻ്റ് ആണ്. ന്യൂസ് ഫീച്ചേഴ്സ് ആവട്ടെ, എഡിറ്റോറിയൽസ് ആവട്ടെ, കാർട്ടൂൺസോ ലെറ്റർ ടു ദ എഡിറ്ററോ അങ്ങനെയുള്ള എന്തൊക്കെയാണോ നമ്മൾ ഈ ന്യൂസ് പേപ്പറിൽ കാണുന്നത് അതെല്ലാം കൺട്രോൾ ചെയ്ത് ഓപ്പറേറ്റ് ചെയ്യുന്നത് എഡിറ്റോറിയൽ ഡിപ്പാർട്ട്മെൻ്റ് ആണ്. ഇതിനെ ഗൈഡ് ചെയ്യുന്ന പേഴ്സൺ ആണ് എഡിറ്റർ അല്ലെങ്കിൽ ചീഫ് എഡിറ്റർ എന്നറിയപ്പെടുന്നത്. ഓക്കെ, ടീം ഓഫ് ഒഫീഷ്യൽസ് ഉണ്ടാവും ചീഫ് എഡിറ്ററിൻ്റെ അണ്ടറിൽ വർക്ക് ചെയ്യാനായിട്ട്. ന്യൂസ് എഡിറ്റേഴ്സ്, സബ് എഡിറ്റേഴ്സ്, അസിസ്റ്റൻറ്റ് എഡിറ്റേഴ്സ്, സ്പെഷ്യൽ കറസ്പോണ്ടൻസ്, റിപ്പോർട്ടേഴ്സ്, അങ്ങനെയുള്ളവരെല്ലാവരും ഈ ചീഫ് എഡിറ്ററുടെ അണ്ടറിലായിരിക്കും വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കുക. ഈ എഡിറ്റോറിയൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മെയിൻ ആയിട്ടുള്ള ഗോൾ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അക്യുറേറ്റ് ആയിട്ടുള്ള, ട്രൂത്ത്ഫുൾ ആയിട്ടുള്ള, അൺബയാസ്ഡ് ആയിട്ടുള്ള ന്യൂസിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ദെൻ സെപ്പറേറ്റ് ആയിട്ടൊരു എഡിറ്റോറിയൽ സ്റ്റാഫ് ഉണ്ടായിരിക്കും. ഡൈവേഴ്സ് ആയിട്ടുള്ള സോഷ്യൽ മീഡിയാസ് ആണ് ഇപ്പോൾ നമുക്കുള്ളത്, അല്ലെങ്കിൽ ന്യൂസിൻ്റെ ഡിസെമിനേഷനാണ് ഇപ്പോൾ നമുക്ക് വരുന്നത്. സോ ഇപ്പോൾ നമുക്ക് ന്യൂസ് ഡിസെമിനേറ്റ് ചെയ്യാൻ വേരിയസ് സോഴ്സസ് ആണല്ലോ. നമ്മൾ ഒരുപാട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഉണ്ട്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ട്വിറ്റർ, അങ്ങനെയുള്ള ഒരുപാട് ഡിജിറ്റൽ പബ്ലിക്കേഷൻസ് ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് ഈ ഓരോ സെപ്പറേറ്റ് എഡിറ്റോറിയലിനും സെപ്പറേറ്റ് എഡിറ്റോറിയൽ സ്റ്റാഫിനെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട് ഇന്നത്തെ കാലത്ത് എന്നാണ് പറയുന്നത്. ഇനി ഇതിൻ്റെ വർക്ക് ഫ്ലോ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അതായത് ചീഫ് എഡിറ്റർ ഉണ്ട്, അസിസ്റ്റൻറ്റ് എഡിറ്റർ ഉണ്ട്, എക്സിക്യൂട്ടീവ് എഡിറ്റർ, റെസിഡൻറ്റ് എഡിറ്റർ, ന്യൂസ് എഡിറ്റർ, ചീഫ് സബ് എഡിറ്റർ, സീനിയർ സബ് എഡിറ്റർ, സബ് എഡിറ്റർ, അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫ്ലോ പോകുന്നത്. ഇതിൽ ഓരോരുത്തരിനെ കുറിച്ചാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ നോക്കാനുള്ളത്. സോ ആദ്യത്തെ ആളാണ് ദ എഡിറ്റർ, അല്ലെങ്കിൽ ചീഫ് എഡിറ്റർ, അല്ലെങ്കിൽ എഡിറ്റർ ഇൻ ചീഫ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, സോ ന്യൂസ് പേപ്പറിൻ്റെ ഗവേണിംഗ് അതോറിറ്റി ആയിട്ട് വരുന്ന പേഴ്സണാണ് ചീഫ് എഡിറ്റർ എന്ന് പറയുന്നത്. ഈ ന്യൂസിൽ പബ്ലിഷ് ചെയ്യുന്ന എല്ലാ ഇൻഫർമേഷൻ്റെയും ഉത്തരവാദിത്തം ആർക്കാണുള്ളത്? ഈ എഡിറ്റർക്കാണുള്ളത്. ന്യൂസ് ഫീച്ചേഴ്സ്, എഡിറ്റോറിയൽസ്, കാർട്ടൂൺസ്, ലെറ്റർ ടു ദ എഡിറ്റർ, അങ്ങനെയുള്ള സകലമാന സാധനങ്ങളും മാനേജ് ചെയ്യുന്നത് എഡിറ്ററാണ്. അതോറിറ്റീസിൻ്റെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആൻസർ ചെയ്യേണ്ടത് ഈ ഒരു എഡിറ്ററാണ്. എന്തെങ്കിലും ഡിഫേമേഷനോ ലീഗൽ ആക്ഷനോ എന്തെങ്കിലും ന്യൂസ് പേപ്പറിന് അഗേൻസ്റ്റ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അത് ആർക്കാണ് വരിക? എഡിറ്റർക്കാണ് വരിക. എല്ലാ ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻസും ആ ഒരു ഓർഗനൈസേഷൻ്റെ മൊത്തം എഡിറ്റോറിയൽ പോളിസിയും എല്ലാം ഫോർമുലേറ്റ് ചെയ്യുന്നതൊക്കെ എഡിറ്ററാണ്. ഒപ്പീനിയൻസും എക്സ്പ്രഷൻസും ഒക്കെ നാഷണൽ ഇൻ്റർനാഷണൽ ന്യൂസിൻ്റെ ഒക്കെ റെസ്പോണ്ട് ചെയ്യേണ്ടത് എഡിറ്ററാണ്. ഇങ്ങൾക്ക് ഭയങ്കര റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു പൊസിഷനാണുള്ളത് കേട്ടോ ഈ ഒരു പൊസിഷനിലിരിക്കുന്ന ആൾക്കാർക്ക് വരുന്നത്. ദെൻ എഡിറ്ററുടെ പേര് നമ്മൾ പൊതുവേ ന്യൂസ് പേപ്പേഴ്സിൽ പ്രിൻറ്റ് ചെയ്ത് കാണാറുണ്ട്. അത് പ്രസ് ലോ പ്രകാരം ന്യൂസ് പേപ്പറിൽ എഡിറ്ററുടെ പേര് പ്രിൻറ്റ് ചെയ്യണം എന്നുള്ളതാണ്. ബിക്കോസ് ഹി ഓർ ഷീ ആരാണോ അവിടെ ഉള്ളത്, എഡിറ്റർ ആയിട്ടുള്ളത്, അവർക്കാണ് ഇതിൻ്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി വന്നിട്ടുണ്ടായിരിക്കുക. കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി അവർക്കാണുള്ളത്. ന്യൂസ് പേപ്പർ എന്തെങ്കിലും നിയമങ്ങൾ വയലേറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ എഡിറ്റർ ഈസിലി ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എഡിറ്ററുടെ പേര് പ്രിൻറ്റ് ചെയ്യണം എന്നുള്ള രീതിക്ക് പറയുന്നത്. സോ ഈ എഡിറ്റർ പ്ലാൻ ചെയ്യണം, ഡിസൈഡ് ചെയ്യണം, സെലക്ട് ചെയ്യണം, ഡയറക്റ്റ് ചെയ്യണം, ഉള്ള മൊത്തം
മൊത്തം വർക്കിനെയും കൺട്രോൾ ചെയ്യേണ്ടത് എഡിറ്ററാണ്. സ്മൂത്ത് ഫംഗ്ഷനിങ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റിന് എഡിറ്റർ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്താലേ പറ്റുള്ളൂ. ന്യൂസ് പേപ്പറിൻ്റെ ക്രെഡിബിലിറ്റി, ട്രൂത്ത്ഫുൾനെസ്, ട്രാൻസ്പെറൻസി, അക്സെപ്റ്റബിലിറ്റി, അൺബയസ്ഡ് ആയിട്ടുള്ള നേച്ചർ, എന്ത് കണ്ടന്റാണ് പ്രിൻറ്റ് ചെയ്യേണ്ടത്, ന്യൂസൊക്കെ കറക്റ്റായിട്ടല്ലേ കൊടുക്കുന്നത് എന്നുള്ളതെല്ലാം തീരുമാനിക്കുന്നത് എഡിറ്ററാണ്. അല്ലെങ്കിൽ എല്ലാം ഉറപ്പ് വരുത്തുന്നത്, എൻഷർ ചെയ്യുന്നത് എഡിറ്ററാണ്. ന്യൂസ് പേപ്പറിൻ്റെ എഡിറ്റോറിയൽ എഴുതുന്നതും എഡിറ്റർ തന്നെയാണ്. സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള ഇഷ്യൂസിനെ കുറിച്ച് ക്രിട്ടിക്കലി അനലൈസ് ചെയ്ത് ആ ഒരു കാര്യം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എഡിറ്റോറിയൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എഡിറ്റോറിയൽ പോളിസികളെല്ലാം മൈൻഡിൽ വെച്ചുകൊണ്ട് പീപ്പിളിൻ്റെ ട്രസ്റ്റും ആക്സെപ്റ്റൻസും കിട്ടുന്ന രീതിയിൽ വേണം എഡിറ്റോറിയൽ പ്രിപ്പയർ ചെയ്യാനായിട്ട്. ഈ ഒരു ന്യൂസ് പേപ്പറിൻ്റെ പ്രൊപ്പറൈറ്റർ ആയിരിക്കും അല്ലെങ്കിൽ ഓണർ ആയിരിക്കും ആരെ അപ്പോയിൻറ്റ് ചെയ്യുക, എഡിറ്ററെ അപ്പോയിൻറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അവർ തമ്മിലൊരു ഹെൽത്തി ആൻഡ് സ്മൂത്ത് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഒരു എഡിറ്ററിൻ്റെ ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും എന്തൊക്കെയാണ് എന്നുള്ളത് പോയിൻ്റായിട്ട് നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. മുന്നേ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സിനെയും കൂടെ കോർഡിനേറ്റ് ചെയ്യേണ്ട പരിപാടി എഡിറ്റർ ചെയ്യണം. എഡിറ്റോറിയൽ പോളിസീസ് ഒക്കെ ഫോളോ ചെയ്യണം. പ്രസ്സിൻ്റെ നിയമങ്ങളും എത്തിക്സും എല്ലാം അറിഞ്ഞിട്ടുണ്ടായിരിക്കണം. ന്യൂസ് കണ്ടന്റുകളെല്ലാം റിവ്യൂ ചെയ്യണം. എഡിറ്റോറിയൽ എഴുതണം. ട്രെയിനിങ് പ്രോഗ്രാംസ് എന്തെങ്കിലും കണ്ടക്ട് ചെയ്യേണ്ടതുണ്ടെങ്കിൽ വർക്ക്ഷോപ്സ് ഒക്കെ കണ്ടക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യണം. എഡിറ്റോറിയൽ മീറ്റിംഗ്സിലെല്ലാം പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. എഡിറ്റിംഗ് സമയത്ത് കംപ്ലീറ്റ് ചെയ്യുന്നില്ലേ എന്നുള്ളത് ഉറപ്പ് വരുത്തണം. പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷൻ ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെ ഓൺ ടൈമിൽ വർക്ക് ചെയ്യുന്നില്ലേ എന്നുള്ളത് എൻഷുർ ചെയ്തിട്ടുണ്ടായിരിക്കണം. സ്റ്റാഫിനെ എല്ലാം മോട്ടിവേറ്റ് ചെയ്ത് ബെസ്റ്റ് ന്യൂസ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കണം. ഇത്രയും കാര്യങ്ങൾ ആര് ചെയ്യണം? ചീഫ് എഡിറ്റർ ചെയ്യണം. ഓക്കെ, ഇനി സ്കിൽസ് ഓഫ് ദ എഡിറ്റർ ആണ്. ഒരു ചീഫ് എഡിറ്റർ ആവണം എന്നുണ്ടെങ്കിൽ അങ്ങനെ വെറുതെ ഒന്നും ആവാൻ പറ്റില്ല. കുറേ സ്കിൽസും ക്വാളിറ്റീസും ഒക്കെ ആവശ്യമുണ്ട്. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള പേഴ്സൺ ആയിരിക്കണം. ഓറലിയും റിട്ടണും പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയണം. ഓർഗനൈസേഷൻ സ്കില്ലുണ്ടായിരിക്കണം. ടൈം മാനേജ് ചെയ്യാൻ അറിഞ്ഞിട്ടുണ്ടായിരിക്കണം. പേഷ്യൻ്റ് ആയിരിക്കണം. കാമായിരിക്കണം. പ്രഷറുള്ള സിറ്റുവേഷനിൽ പോലും ഡെഡ് ലൈൻസ് വരുമ്പോൾ പോലും കുറച്ചുകൂടെ സമാധാനപരമായിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു മെൻറ്റാലിറ്റി ഉള്ള ആളായിരിക്കണം. അഡാപ്റ്റബിൾ ആയിരിക്കണം. ഫ്ലെക്സിബിൾ ആയിരിക്കണം. ഗുഡ് കമാൻഡ് ഓഫ് ലാംഗ്വേജസ് വേണം. ഏത് ഭാഷയിൽ പറഞ്ഞാലും അത് മനസ്സിലാക്കാൻ പറ്റണം. എന്ന് വെച്ചാൽ ഫോറിൻ ലാംഗ്വേജസ് എല്ലാം അറിഞ്ഞിരിക്കണം എന്നല്ല, എന്നാലും ഭാഷയിൽ ഒരു പ്രാവീണ്യം ഉണ്ടായിരിക്കണം. നമ്മൾ ഏത് ലാംഗ്വേജുള്ള ന്യൂസ് പേപ്പറാണോ ഹാൻഡിൽ ചെയ്യുന്നത് അതിൻ്റെ ഭാഷയിലെങ്കിലും ഒരു പ്രാവീണ്യം ഉണ്ടായിരിക്കണം. ദെൻ ഒരു ആക്റ്റീവ് ലിസണർ ആയിരിക്കണം. ക്രിട്ടിക്കൽ തിങ്കർ ആയിരിക്കണം. ഒരു ഗുഡ് ഇൻസൈറ്റ് ഉണ്ടായിരിക്കണം. ഒരു ബ്രോഡ് വ്യൂ അല്ലെങ്കിൽ ഒരു ഇമാജിനേറ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കണം. നല്ലൊരു ന്യൂസ് സെൻസ് ഉണ്ടായിരിക്കണം. അത് ഏത് ന്യൂസാണ് ഇമ്പോർട്ടൻറ്റ്, ഏത് ഇമ്പോർട്ടൻ്റ് അല്ല എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. തോട്ടൊക്കെ ക്വിക്നെസ് ഉണ്ടായിരിക്കണം. അത് പെട്ടെന്ന് ആ ഒരു ചിന്തയിലേക്ക് എത്താനുള്ള ഇതുണ്ടായിരിക്കണം. ഒബ്ജക്റ്റീവ്ലി തിങ്ക് ചെയ്യാൻ പറ്റണം. ഒരു നല്ല ടീച്ചറായിരിക്കണം. കാരണം താഴെയുള്ളവരിനൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ള കഴിവുണ്ടായിരിക്കണം. ഗുഡ് കമ്മ്യൂണിക്കേറ്റർ ആയിരിക്കണം. അങ്ങനെയുള്ള ക്വാളിറ്റീസ് എല്ലാം ഉള്ള ഒരാൾക്ക് ആരാവാൻ പറ്റുള്ളൂ? ചീഫ് എഡിറ്റർ ആവാൻ പറ്റുള്ളൂ. ദെൻ നെക്സ്റ്റ് ആണ് അസിസ്റ്റൻ്റ് എഡിറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ചീഫ് എഡിറ്റർ കഴിഞ്ഞു. രണ്ടാമത്തെ പേഴ്സൺ ആണ് അസിസ്റ്റൻ്റ് എഡിറ്റർ എന്ന് പറയുന്നത്. ചീഫ് എഡിറ്ററെ അസിസ്റ്റ് ചെയ്യാനുള്ള പേഴ്സൺ ആണ് അസിസ്റ്റൻ്റ് എഡിറ്റർ. ചീഫ് എഡിറ്റർ എന്തൊക്കെ ഡ്യൂട്ടീസ് ആണോ ഇയാൾക്ക് അലോട്ട് ചെയ്ത് കൊടുക്കുന്നത് അതൊക്കെ മെൻഷൻ ചെയ്യേണ്ടതായിട്ട് വരും. എഡിറ്റോറിയലൊക്കെ ചില സമയത്ത് ഒക്കേഷണലി എഴുതാറുണ്ട്. സപ്പോർട്ടീവായിട്ട് അല്ലെങ്കിൽ അതോറിറ്റേറ്റീവ് ആയിട്ട് എഡിറ്റോറിയൽ ഡിപ്പാർട്ട്മെൻറ്റിനെ മോണിറ്റർ ചെയ്യേണ്ട ഡ്യൂട്ടി ഈ അസിസ്റ്റൻ്റ് എഡിറ്റർക്കാണ്. എഡിറ്ററെ അസിസ്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, ഡെഡ് ലൈൻസ് ഒക്കെ ഫിക്സ് ചെയ്യുക, അതിനെ റീഓർഗനൈസ് ചെയ്യുക, കറക്റ്റായിട്ട് വർക്കുകൾ നടക്കുന്നില്ലേ എന്നുള്ളത് നോക്കുക, ഒരു വർക്കിംഗ് എൻവയോൺമെൻറ്റിൻ്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത് അസിസ്റ്റൻ്റ് എഡിറ്ററാണ്. ദെൻ മൂന്നാമത്തെ പേഴ്സൺ ആണ് എക്സിക്യൂട്ടീവ് എഡിറ്റർ എന്ന് പറയുന്നത്. എഡിറ്റോറിയൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ള ആളാണ് എക്സിക്യൂട്ടീവ് എഡിറ്റർ എന്ന് പറയുന്നത്. ഒരു റെസിഡൻറ്റ് എഡിറ്റർ അല്ലെങ്കിൽ അസിസ്റ്റൻ്റ് എഡിറ്ററിൻ്റെ വർക്കുകളൊക്കെ എന്താ പറയുക കറക്റ്റായിട്ട് ചെയ്യുന്നില്ലേ എന്നുള്ളതൊക്കെ നോക്കുന്നത് എക്സിക്യൂട്ടീവ് എഡിറ്റർ ആയിരിക്കും. ചീഫ് എഡിറ്ററിൻ്റെ ഇൻസൈറ്റിൽ വരുന്ന കാര്യങ്ങളെല്ലാം, അതായത് ചീഫ് എഡിറ്റർ പറയുന്ന കാര്യങ്ങളെല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്, ആക്റ്റീവ്ലി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ആരാണ്? എക്സിക്യൂട്ടീവ് എഡിറ്ററാണ്. സബോർഡിനേറ്റ് സ്റ്റാഫിനൊക്കെ ഗൈഡ് ലൈൻസ് കൊടുക്കുക, എല്ലാ മീറ്റിങ്ങിലും പ്രസൻ്റ് ആവുക, ഡേറ്റുകളും കാര്യങ്ങളൊക്കെ ട്രാക്ക് ചെയ്യുക, അപ്ഡേറ്റ്സ് ഒക്കെ കൊടുക്കുക, ഇന്ന സമയത്താണ് ഇന്നത് പബ്ലിഷ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം നോട്ട് ചെയ്ത് വയ്ക്കുക, അങ്ങനെയുള്ളതൊക്കെ ചെയ്യേണ്ടത് എക്സിക്യൂട്ടീവ് എഡിറ്ററാണ്. ദെൻ ഫോർത്ത് പേഴ്സൺ ആണ് റെസിഡൻറ്റ് എഡിറ്റർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ന്യൂസ് പേപ്പർ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് മാത്രം പബ്ലിഷ് ചെയ്യുന്ന ഒരു സാധനമായിരിക്കില്ല. അതിന് കുറേ സ്ഥലത്തുള്ള എഡിഷൻസ് ഉണ്ടാവും. ഓക്കെ, കുറേ സിറ്റീസിൽ, ക്യാപിറ്റൽസിൽ, ടൗൺസിലൊക്കെ സ്പെഷ്യൽ എഡിഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. സോ ആ ഒരു എഡിഷൻ്റെ ഒക്കെ ഹെഡായിട്ട് വരുന്ന ഡിഫറെൻറ്റ് സിറ്റീസിൽ വരുന്ന ആൾക്കാരാണ് ഈ റെസിഡൻറ്റ് എഡിറ്റർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇന്ത്യൻ എക്സ്പ്രസ് ആണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ചെന്നൈ, തമിഴ്നാടു, പിന്നെ മുംബൈ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെയാണുള്ളത് എന്നുണ്ടെങ്കിലും അതിൻ്റെ എഡിഷൻസ് മുംബൈ, ന്യൂഡൽഹി, ഉത്തർപ്രദേശ്, കേരള അങ്ങനെയുള്ളവിടെയൊക്കെ അതിൻ്റേതായിട്ടുള്ള എഡിഷൻസ് ഉണ്ട്. സോ മുംബൈയിലുള്ള എഡിഷൻ എന്ന് പറയുന്നത് അവിടുത്തെ ന്യൂസിനായിരിക്കും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരിക്കുക. കേരളത്തിലുള്ളതെന്ന് പറയുമ്പോൾ കേരളത്തിലെ ന്യൂസുകൾക്കായിരിക്കും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരിക്കുക. സോ എല്ലാ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ന്യൂസ് പേപ്പറും ഒരേ ന്യൂസ് അല്ല കണ്ടെയ്ൻ ചെയ്യുന്നുണ്ടായിരിക്കുക.
ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഒരേ ന്യൂസ് തന്നെ ആയിരിക്കും, അല്ലാത്തതാണെന്നുണ്ടെങ്കിൽ ഡിഫറൻസ് ഉണ്ടാവും. സോ അതുകൊണ്ട് തന്നെ ആ ഓരോ എഡിഷനെയും കൺട്രോൾ ചെയ്യുന്നത് റെസിഡൻറ്റ് എഡിറ്റേഴ്സാണ്. അവർ എഡിറ്റോറിയൽ പോളിസീസൊക്കെ നോക്കി ഇൻഫർമേഷനൊക്കെ ഗ്യാദർ ചെയ്ത് സെലക്ട് ചെയ്ത് ലോക്കൽ എഡിഷൻസിൽ എന്തൊക്കെ ന്യൂസുകളാണ് പബ്ലിഷ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ നോക്കുന്ന ആൾക്കാരാണ് റെസിഡൻറ്റ് എഡിറ്റർ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ആണ് ന്യൂസ് എഡിറ്റർ എന്ന് പറയുന്നത്. എഡിറ്റോറിയൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചീഫ് പേഴ്സൺ ആണ് ന്യൂസ് എഡിറ്റർ എന്ന് പറയുക. ഹി ഓർ ഷീ അതാരാണെന്നുണ്ടെങ്കിലും സെലക്ട് ചെയ്യുക, ന്യൂസുകളിനെ റിജക്റ്റ് ചെയ്യുക, ഏതൊക്കെ വേണം ഏതൊക്കെ വേണ്ട, ഒരു പെർട്ടിക്കുലർ പേജിൽ ഏതൊക്കെ ന്യൂസുകളാണ് വരേണ്ടത്, ഒരു ന്യൂസിന് എത്ര സ്പേസ് വേണം, അതുപോലെ തന്നെ വൃത്തിയായിട്ടുള്ള ന്യൂസ് ഏതാണ്, ഡീപ്പായിട്ട് പോകേണ്ട ന്യൂസുകൾ ഏതാണ്, റിപ്പോർട്ടിംഗ് സെഷൻ എടുത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് കോർഡിനേറ്റ് ചെയ്യേണ്ടത്, എഡിറ്റോറിയൽ പോളിസീസ് എല്ലാം മനസ്സിലാക്കി എഡിറ്റർക്ക് ഗൈഡൻസ് കൊടുത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഷെഡ്യൂൾ ചെയ്യുന്ന ആളാണ് ന്യൂസ് എഡിറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാ ദിവസവും അവർ മീറ്റിംഗ്സ് കണ്ടക്ട് ചെയ്ത് ഡെയിലി ന്യൂസ് പേപ്പറിനെ മോണിറ്റർ ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത് ന്യൂസ് എഡിറ്ററാണ്. ദ നെക്സ്റ്റ് പേഴ്സൺ ആണ് ചീഫ് സബ് എഡിറ്റർ എന്ന് പറയുന്നത്. ചീഫ് സബ് എഡിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഡിറ്റർ കൊടുക്കുന്ന എല്ലാ ഡ്യൂട്ടീസും ചെയ്യേണ്ട ആളാണ് ചീഫ് സബ് എഡിറ്റർ എന്ന് പറയുന്നത്. ന്യൂസ് ഡെസ്കിൻ്റെ ക്യാപ്റ്റൻ ആയിട്ടാണ് ഇവർ അറിയപ്പെടാറുള്ളത്. അവരുടെ ഇയേഴ്സും ഐസും ഒക്കെ എല്ലാപ്പോഴും വൈഡ് ഓപ്പൺ ആയിരിക്കണം എന്നാണ് പറയാറുള്ളത്. ബിക്കോസ് ന്യൂസുകൾ എവിടെ നിന്ന് എപ്പോൾ എങ്ങനെ വരും എന്നുള്ളത് പറയാൻ പറ്റില്ല, അത് അൺപ്രഡിക്റ്റബിൾ ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ന്യൂസുകൾ എപ്പോൾ കിട്ടും എന്നുള്ളത് അറിയില്ല. സോ അവരെപ്പോഴും അലേർട്ട് ആയിരിക്കണം. അഡ്വർടൈസ്മെൻ്റ് ഒക്കെ മോണിറ്റർ ചെയ്യുക, സർക്കുലേഷൻ സെഷനൊക്കെ നോക്കുക, അങ്ങനെയുള്ളതും ആരാണ് ചെയ്യുക? ഇതേ പേഴ്സൺസ് തന്നെയാണ് ചെയ്യുക. ഓക്കെ, കാരണം ന്യൂസ് പേപ്പേഴ്സിലൊക്കെ നമ്മൾ അഡ്വർടൈസ്മെൻറ്റ്സ് കൊടുക്കും. സോ ഏത് പേജിൽ എവിടെ എങ്ങനെ എത്ര സ്പേസിൽ കൊടുക്കണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യണം. അതുപോലെ സർക്കുലേഷൻ എത്രത്തോളം പോകുന്നുണ്ട് എന്നുള്ളത് ഡിസൈഡ് ചെയ്യണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. അതുപോലെ തന്നെ ന്യൂസ് സ്റ്റോറീൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയായിരിക്കണം അത് ഫൈനലൈസ് ചെയ്യുന്നത്, സബോർഡിനേറ്റ് എഡിറ്റർക്ക് വർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത്, ന്യൂസ് സ്റ്റോറീസ് വേരിയസ് സോഴ്സസിൽ നിന്നും കളക്ട് ചെയ്യുന്നത്, റിസീവ് ചെയ്യുന്നത്, ന്യൂസ് പേപ്പറിൻ്റെ പ്രൊഡക്ഷൻ ഓഫ് ദ ഡേ നോക്കുന്നത്, ക്വാളിറ്റി കൺട്രോൾ ചെയ്യുന്നത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ പേഴ്സൺ ആയിരിക്കും ചെയ്യുന്നതായിരിക്കാം. ദെൻ അടുത്ത ആളാണ് സീനിയർ സബ് എഡിറ്റർ എന്ന് പറയുന്നത്. ചീഫ് സബ് എഡിറ്ററിനെ അസിസ്റ്റ് ചെയ്യുന്ന ആളാണ് സീനിയർ സബ് എഡിറ്റർ എന്ന് പറയുക. ചീഫ് സബ് എഡിറ്ററിൻ്റെയും ഇടയിൽ നിൽക്കുന്ന മിഡിൽ മാൻ ആണ് സീനിയർ സബ് എഡിറ്റർ എന്ന് പറയുന്നത്. ന്യൂസുകളുടെയൊക്കെ ക്വാളിറ്റി, അക്യുറസി, ട്രാൻസ്പെറൻസി, ഒബ്ജക്ടിവിറ്റി, ബാലൻസ് അങ്ങനെയുള്ളതിനെല്ലാം എക്സാമിൻ ചെയ്യുകയാണ് ഇദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. മിസ്റ്റേക്സ് ഒക്കെ അവോയ്ഡ് ചെയ്യുക. എത്ര പ്രഷറായിട്ടുള്ള സിറ്റുവേഷൻ ആണെങ്കിലും ഡെഡ് ലൈൻസ് ആണെന്നുണ്ടെങ്കിലും മിസ്റ്റേക്സ് അവോയ്ഡ് ചെയ്യുക. സ്റ്റാഫിൻ്റെ ആബ്സെൻസ് ഒക്കെ ആണ് എന്നുണ്ടെങ്കിൽ, സ്റ്റാഫുകൾ കുറച്ച് പേർ കുറവൊക്കെ ആണെന്നുണ്ടെങ്കിൽ സബ് എഡിറ്ററിൻ്റെ ടാസ്കുകളൊക്കെ ചെയ്യുക. എഡിറ്റിംഗ്, ഡിസൈനിങ് ഒക്കെ ചെയ്യേണ്ട ഡ്യൂട്ടിയൊക്കെ സീനിയർ സബ് എഡിറ്റർക്ക് ആയിരിക്കും. ദെൻ അതിന് താഴെ വരുന്ന ആളാണ് സബ് എഡിറ്റർ എന്ന് പറയുന്നത്. ദ അൺസങ് ഹീറോ എന്നാണ് ഇവരെ പറയാറുള്ളത്. ഒരു ന്യൂസ് ഡെസ്കിൻ്റെ അണ്ടറിൽ കുറേ അധികം വർക്ക് ചെയ്ത് ഒരു ബെസ്റ്റ് റിസൾട്ട് കൊടുക്കാൻ വേണ്ടി നിൽക്കുന്ന ആളാണ് സബ് എഡിറ്റർ എന്ന് പറയുക. ഇവരെ കോപ്പി റീഡർ അല്ലെങ്കിൽ കോപ്പി എഡിറ്റർ എന്നും കൂടെ പറയാറുണ്ട്. എഡിറ്റോറിയൽ ടീമിൻ്റെ മേജർ റോൾ ഇവർക്കാണ് വരുന്നത്. എഡിറ്റിംഗ്, ഡിസൈനിങ്, റീറൈറ്റിംഗ്, എഫക്റ്റീവ് ലീഡ് എഴുതുക. ലീഡൊക്കെ നമ്മൾ മുന്നത്തെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യുക, ഇംഗ്ലീഷിൽ നിന്ന് വേറെ ഏതെങ്കിലും ലാംഗ്വേജിലേക്ക് ന്യൂസിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ക്യാപ്ഷൻസ് കൊടുക്കുക. ഫോട്ടോ ഒക്കെ വെക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ ക്യാപ്ഷൻസ് കൊടുക്കുക. ന്യൂസ് സ്റ്റോറീസൊക്കെ റീഡബിൾ ആക്കി മാറ്റുക എന്നുള്ള ഡ്യൂട്ടീസ് മുഴുവൻ ചെയ്യേണ്ടത് സബ് എഡിറ്റർ ആണ്. സോ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് സബ് എഡിറ്റർ പറയുന്നുണ്ട്, കാരണം ഇവർക്കാണ് ഏറ്റവും കൂടുതൽ വർക്ക് വരുന്നത് എന്നുള്ളത് കൊണ്ടാണ്. ഇവരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ പറഞ്ഞത് തന്നെയാണ്. ന്യൂസ് സ്റ്റോറീസൊക്കെ ചെക്ക് ചെയ്യുക, ഇൻ്റർനാഷണൽ, നാഷണൽ, റീജിയണൽ, ലോക്കൽ പെർസ്പെക്റ്റീവിൽ നിന്നെല്ലാം എല്ലാ ആംഗിൾസിൽ നിന്ന് നമ്മൾ പ്രോപ്പറായിട്ട് ആ ന്യൂസ് കൊടുത്തിട്ടില്ല എന്നുള്ളത് ചെക്ക് ചെയ്യുക. അതിനെ ഓർഗനൈസ് ചെയ്യുക, അതിൻ്റെ സ്ട്രക്ചർ തീരുമാനിക്കുക. എഡിറ്റോറിയൽ പോളിസികളെ കുറിച്ചെല്ലാം നല്ല ധാരണയുള്ളൊരു പേഴ്സൺ ആയിരിക്കണം. അതുപോലെ തന്നെ ആ ഒരു സ്റ്റോറീനെ എഗെയിൻ ആൻഡ് എഗെയിൻ റീഡ് ചെയ്യണം, കാരണം കറക്ഷൻ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് റീറൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സിൻടാക്സ്, അതിൻ്റെ സ്പെല്ലിംഗ്, പങ്ക്ച്വേഷൻ, ഫാക്ടുകൾ, ഇല്ലസ്ട്രേഷൻസ് എല്ലാം നോക്കിയിട്ടുണ്ടായിരിക്കണം. ഫസ്റ്റ് പാരഗ്രാഫിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ലീഡ് പ്രോപ്പറായിട്ടല്ലേ നമ്മൾ എഴുതിയിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നോക്കിയിട്ടുണ്ടായിരിക്കണം. ന്യൂസ് സ്റ്റോറീസ് ട്രാൻസ്ലേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഹെഡ്ലൈൻസ് എഴുതിയിട്ടുണ്ടായിരിക്കണം. ഫോട്ടോഗ്രാഫിന് ക്യാപ്ഷൻസ് കൊടുത്തിട്ടുണ്ടായിരിക്കണം. ലീഗൽ ആക്ഷൻസ് ഒന്നും ഇല്ലാതെ, അത് ഡിഫമേഷനോ കണ്ടംപ്റ്റ് ഓഫ് കോർട്ടോ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാതെ ന്യൂസ് പേപ്പറിനെ സെക്യൂർ ആയിട്ട് കൊണ്ടുപോകേണ്ടത് ഈ പേഴ്സൺസ് ആണ്. ഇനി ഇവർക്ക് ആവശ്യമുള്ള സ്കില്ലുകളാണ് പറയുന്നത്. നമുക്ക് ജനറലി അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇവർ റിസോഴ്സ്ഫുൾ ആയിരിക്കണം, പേഷ്യൻ്റ് ആയിരിക്കണം, ലാംഗ്വേജിൻ്റെ കമാൻഡ് നല്ലോണം ഉണ്ടായിരിക്കണം, അത്യാവശ്യം ലാംഗ്വേജ് സ്കില്ലൊക്കെ ഉണ്ടായിരിക്കണം, ട്രാൻസ്ലേഷൻ സ്കില്ലൊക്കെ ഉണ്ടായിരിക്കണം, പൊളിറ്റിക്സിനെ കുറിച്ചും ഹിസ്റ്ററിനെ കുറിച്ചും അത്യാവശ്യം നോളജ് ഉള്ള പേഴ്സൺസ് ആയിരിക്കണം, ജനറൽ നോളജും കറണ്ട് അഫയേഴ്സും ഒക്കെ അറിഞ്ഞിട്ടുള്ള ആൾക്കാരായിരിക്കണം, അത്യാവശ്യം മെമ്മറി പവർ ഉള്ള അനലിറ്റിക്കൽ എബിലിറ്റി ഉള്ള ആൾക്കാരായിരിക്കണം, നല്ലൊരു ന്യൂസ് സെൻസ് വേണം. നമ്മൾ ഫസ്റ്റ് ക്വാളിറ്റി പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ ചീഫ് എഡിറ്ററിൻ്റെ, ഏകദേശം അതേപോലുള്ള ക്വാളിറ്റീസ് തന്നെയാണ് ഇതിലും വരുന്നത്. ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കണം. അതുപോലെ തന്നെ എക്സ്പാൻഡ് ചെയ്യാനും
മിനിമലൈസ് ചെയ്യാനും അറിഞ്ഞിട്ടുണ്ടായിരിക്കണം. ഒരു സ്റ്റോറിനെ എങ്ങനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം, എങ്ങനെ മിനിമലൈസ് ചെയ്യാം വിത്തൗട്ട് എക്സാജറേറ്റിംഗ് എനിത്തിങ്, അല്ലെങ്കിൽ വിത്തൗട്ട് കട്ടിംഗ് ഡൗൺ ദ മെയിൻ പോയിന്റ്സ്, ഇത് എങ്ങനെ ചെയ്യാം എന്നുള്ളത് അറിഞ്ഞിട്ടുണ്ടായിരിക്കണം. നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉണ്ടായിരിക്കണം, ഡിറ്റർമിനൻ്റ് ആയിരിക്കണം, ലീഗൽ ആക്ടിവിറ്റീസിനെ കുറിച്ചൊക്കെയുള്ള ധാരണയുള്ള ആൾക്കാരായിരിക്കണം. ഓക്കെ, സോ ഇത്രയും പേഴ്സൺസ് കൂടി ചേർന്നിട്ടാണ് ഒരു ന്യൂസ് റൂമിൽ എന്ത് ചെയ്യുന്നത്, എഡിറ്റോറിയൽ സെഷൻസിനെ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, സോ ഇത്രയും പേഴ്സൺസിൻ്റെ ഒരു കോർഡിനേറ്റഡ് വർക്കാണ് നമ്മൾ ന്യൂസ് പേപ്പേഴ്സിലും കാര്യങ്ങളിലും ഒക്കെ കാണുന്നത്. സോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. സോ സീ യു ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. മഹാലോ.